ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടിൻ്റെയാണ്. മിക്ക കുഞ്ഞുങ്ങൾക്കും അമൃതം പൊടിയും ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് നല്ല മടിയായിരിക്കില്ലേ? അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്, തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ അമൃതം പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താൽ മതി. എല്ലാ അളവുകളും ആ ഒരു ഗ്ലാസ്സിൽ തന്നെ എടുക്കണമെന്ന് മാത്രം. പാലും കൂടി ചേർത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മളിപ്പോൾ ചൂടാക്കിയിട്ടുള്ള പാലിലേക്ക് അമൃതം പൊടി ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് ആദ്യമേ നമ്മൾ അമൃതം പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രം ചൂടാക്കിയിട്ടെടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്, അതായത് 1/2 ലിറ്റർ പാൽ. ഇനി പാൽ നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മുടെ അമൃതം പൊടിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പാലൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു മിക്സ് കൂടെ തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് അമൃതം പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ 2.5 ടേബിൾ സ്പൂൺ വരെ കസ്റ്റർഡ് പൗഡർ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മുടെ ഈ ചൂടായിട്ടുള്ള പാലില്ലേ, ഇതിൽ നിന്നും കുറച്ച് പാലെടുത്ത ശേഷം കട്ടകളൊന്നുമില്ലാതെ ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. 2-3 മിനിറ്റ് നേരമൊക്കെ എടുക്കും നമുക്കിത് നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട്. ഇനി നമ്മുടെ പാല് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, ഇത് ഒട്ടും കട്ടയില്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നല്ല പോലെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. 3-4 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടിത് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് 4-5 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ, ഒത്തിരി ചേർക്കരുത്. കാരണം നമ്മൾ ചേർത്തിട്ടുള്ള കസ്റ്റർഡ് പൗഡറും വാനില ഫ്ലേവർ തന്നെയാണ്. വാനില എസൻസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ടില്ല, അതിന് ലൈറ്റായിട്ടുള്ള വാനില ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മതിയെങ്കിൽ ചേർക്കേണ്ട. നമുക്കിത് ഒരുപാട് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല കേട്ടോ വേണ്ടത്. ഈ ഒരു പാകമാണ് വേണ്ടത്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ചൂടൊക്കെ പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ പുറത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും എടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആപ്പിളാണ് ചേർക്കുന്നത്. നമ്മൾ ചേർക്കണ ഫ്രൂട്ട്സിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മാതളം കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ചേർക്കാം. ഇത് ഒട്ടും പുളിയില്ലാത്ത മുന്തിരിയാണ് കേട്ടോ. നല്ല പുളിയുള്ള മുന്തിരിയാണെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നേന്ത്രപ്പഴവും ചേർക്കാം. ഞാൻ പക്ഷേ ഇത്രയും ഫ്രൂട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാതിരിക്കണതാണ് കേട്ടോ നല്ലത്. പിന്നെ നമ്മുടെ കുട്ടികൾ കഴിക്കാത്ത ഫ്രൂട്ട്സൊക്കെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്കിഷ്ടമുള്ള നട്ട്സും ഇതിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ബദാം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം. ഇങ്ങനെ കഴിക്കുന്നതിലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. തണുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ഇതൊന്നും കൂടെ തിക്കായിട്ട് വരുകയും ചെയ്യും. ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയ ശേഷമാണ് കേട്ടോ തണുപ്പിക്കാനായിട്ട് വെക്കുന്നത്. കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാതളവും ബദാമും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്ക കുട്ടികൾക്കും ആ ഒരു അമൃതം പൊടിയുടെ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല. അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാനും നല്ല മടിയായിരിക്കില്ലേ? അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഒന്ന് കൊടുത്തു നോക്കൂ. അവരത് ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കും കേട്ടോ. കുഞ്ഞുങ്ങൾക്കും മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ട് കൂടിയാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്